ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്മസ് ഒരുക്ക ധ്യാനം ഇന്ന് സമാപിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത്, ആർക്കാണ് ഏറ്റവും കൂടുതലായി ക്രിസ്മസിൻ്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആർക്കാണ് അതിന് യോഗ്യത ഉണ്ടാകുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ നമുക്ക് ആലോചിക്കേണ്ടത് ഒരു ലളിതമായ കാര്യമാണ്. യേശുവിൻ്റെ ജനനത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ചവരാരാണ്? തീർച്ചയായും പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ ഔസേപ്പ് പിതാവുമാണ്. എന്തുകൊണ്ടായിരിക്കണം? ഒരു സാധാരണ ഉദാഹരണം നമുക്കെടുക്കാം. സ്കൂൾ വർഷ ആരംഭത്തിൽ പഠനം ആരംഭിക്കുന്നൊരു വിദ്യാർത്ഥി എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്ത് ഹോംവർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ നിശ്ചയദാർഢ്യത്തോടെ കഠിനാധ്വാനത്തിലൂടെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ആ വ്യക്തി ഉയർന്ന മാർക്ക് മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണ്? അപ്പോൾ ഉണ്ടാകുന്ന ആത്മസംതൃപ്തി എത്ര വലുതായിരിക്കും? അധ്വാനിച്ച് പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ആനന്ദവും സംതൃപ്തിയും എത്ര ഉന്നതമായിരിക്കും? ഇതിൻ്റെ മറുവശം നോക്കാം. സ്കൂൾ അധ്യയന വർഷം മുഴുവനും ഉഴപ്പി നടന്നും സമരം ചെയ്തു നടന്നും പക്ഷെ അവസാനം കോപ്പി അടിച്ച് ഉയർന്ന മാർക്ക് മേടിച്ച് നിരിക്കട്ടെ, ആ കോപ്പി അടിച്ചവന് യഥാർത്ഥമായ കോപ്പി അടിച്ച് വിജയിച്ചവന് വല്ല സന്തോഷം ഉണ്ടാകും, വല്ല ആനന്ദം ഉണ്ടാകും. കുറേ കുറ്റബോധം അലട്ടുകയല്ലാതെ എത്ര ഉയർന്ന മാർക്ക് മേടിച്ചാലും അവൻ്റെ മനസ്സാക്ഷിയിൽ അവൻ ആനന്ദിക്കാൻ സാധ്യമല്ല. ബാഹ്യമായ സന്തോഷവും ആനന്ദം പ്രകടിപ്പിച്ചേക്കാം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടാകും, യഥാർത്ഥ സന്തോഷം ഉണ്ടാവുകയില്ല. യേശുവിൻ്റെ ജനനത്തിൽ ആർക്കാണോ അതിനുവേണ്ടി കൂടുതൽ കഷ്ടപ്പെട്ടത്, അധ്വാനിച്ചത്, സഹിച്ചത്, അവർക്കാണ് യേശുവിൻ്റെ ജനനത്തിൽ ഏറ്റവും അധികം സന്തോഷം. പരിശുദ്ധ മറിയം ഉദാഹരണം എടുക്കാം. പുത്രനായ ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ അതുല്യ പങ്ക് വഹിച്ചവളാണ് മറിയം. പരിശുദ്ധ മറിയം ദൈവമാതാവാണ് എന്ന വിശ്വാസത്യം സഭ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: പുത്രനായ ദൈവത്തിൻ്റെ ദൈവപ്രകൃതിയും അവിടുന്ന് പരിശുദ്ധ മറിയത്തിൽ നിന്ന് സ്വീകരിച്ച മനുഷ്യപ്രകൃതിയും തമ്മിൽ ഒന്നായിത്തീർന്ന മഹാ അത്ഭുതം നടന്ന പ്ലാറ്റ്ഫോം പരിശുദ്ധ മറിയമാണ്. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഈ മഹാ അത്ഭുതം, അതിന് ഉപകരണമായത് പരിശുദ്ധ മറിയം. പരിശുദ്ധ മറിയത്തിലാണ് പുത്രനായ ദൈവത്തിൻ്റെ ദൈവ സ്വഭാവം അല്ലെങ്കിൽ ദൈവപ്രകൃതിയും അവിടുന്ന് സ്വീകരിച്ച മനുഷ്യപ്രകൃതിയും തമ്മിൽ അതിശയകരമായ രീതിയിൽ സംയോജിച്ച് ദൈവം മനുഷ്യനായിത്തീർന്നു. അവിടെ മറിയത്തെ നിശ്ചേഷ്ടമായ ഒരു ദൈവിക ഉപകരണമായിട്ടല്ല സഭ കാണുന്നു, മറിച്ച് അതുല്യ പങ്ക് വഹിച്ച ആക്റ്റീവായ ആയി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ടാണ് മറിയത്തെ സഭ എപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി മറിയം കൊടുത്ത വില എത്ര വലുത്! ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് മാലാഖയോട് പരിശുദ്ധ മറിയം പറയുമ്പോൾ മെസ്സിഹായുടെ
ദൗത്യത്തിന് വേണ്ടി അമ്മയാകാൻ സമ്മതം മൂളി അപ്പോൾ മുതൽ ഈശോയുടെ കുരിശ് മരണം വരെയുള്ള ആ കാലഘട്ടം മുഴുവനും പരിശുദ്ധ അമ്മ അനുഭവിച്ച അവർണ്ണനീയങ്ങളായ സങ്കടങ്ങളും അപമാനങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം ആർക്ക് വിവരിക്കാനാവും? പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിന്, യേശുവിൻ്റെ ജനനത്തിന് മറിയം കൊടുത്തോളം വില ആര് കൊടുത്തിട്ടുണ്ട്? അതിനുവേണ്ടി മറിയം സഹിച്ചിടത്തോളം ആര് സഹിച്ചിട്ടുണ്ട്? അതിനുവേണ്ടി മറിയം സ്വയം ശൂന്യമാക്കപ്പെട്ടതുപോലെ, മറിയം ദൈവത്തിന് ദാസിയായതുപോലെ ആര് ശൂന്യമാക്കപ്പെട്ടിട്ടുണ്ട്, എളിമപ്പെട്ടിട്ടുണ്ട്? യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനും മരണത്തിനും ശേഷം 2000 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും പരിശുദ്ധ അമ്മ അപമാനിതയും ആക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ഒരു വിഭാഗം ക്രൈസ്തവ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നില്ലേ? പുത്രനായ ദൈവത്തിൻ്റെ രക്ഷണീയ കർമ്മത്തിന് മറിയം എത്രമാത്രം സഹിച്ചു, എത്ര വലിയ വില കൊടുത്തു. സഹനത്തിന് തോതനുസരിച്ചാണ് സന്തോഷവും. സഹനം അധികമായിട്ടുള്ളവർക്ക് അധികമായ സന്തോഷം ലഭിക്കും. കർത്താവിൻ്റെ രക്ഷണീയ കർമ്മങ്ങളിൽ മറിയം ഈശോടൊപ്പം കുരിശിൽ ശാരീരികമായിട്ട് മരിച്ചിട്ടില്ലെന്ന് മാത്രം, ബാക്കി എല്ലാം അവൾ അനുഭവിച്ചു. അതുകൊണ്ട് ജോൺ ബോണണ്ടാൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെപ്പറ്റി എഴുതിയിരിക്കുന്ന റെദംപ്റ്റോറിസ് മാത്തർ എന്ന തിരുവഴുത്തിൽ പറയും, മറിയം ആത്മന ക്രൂശിക്കപ്പെട്ടു. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി മാത്രമല്ല, അവൻ പൂർത്തിയാക്കിയ പെസഹാരഹസ്യങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും അവസാനം യേശുവിടെ കുരിശിലെ മരണത്തിലും മറിയം വഹിച്ച ആ പങ്ക്, സഹനത്തിൽ വഹിച്ച പങ്ക്, ഈശോയുടെ പങ്കപ്പാടിൽ വഹിച്ച പങ്ക്, അതാണ് മറിയത്തിന് ഈശോയുടെ ജനനം അത്യധികം ആനന്ദത്തിന് അർഹയാക്കിയത്. അതുപോലെ യോസേപ്പ് പിതാവും രക്ഷകനായ മിശിഹായ്ക്ക് ഈ ലോകത്തിൽ പറക്കാനും ജീവിക്കാനും വളരാനും യോസേപ്പ് പിതാവ് എത്രയേറെ ത്യാഗങ്ങൾ സഹിച്ചു, എത്രയേറെ വില കൊടുക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ സന്തോഷം നമ്മൾ നിലനിൽക്കണമെങ്കിൽ മറിയത്തെ യോസേപ്പിനെയും പോലെ മിശിഹായെ ലോകത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ നമ്മൾ ഉത്സുകരാകണം. പരിശുദ്ധ മറിയം യേശുവിന് ജന്മം കൊടുക്കുക മാത്രമല്ല, യേശുവിൻ്റെ പെസഹ രഹസ്യങ്ങളിലെല്ലാം ഒപ്പം നിന്ന് സുവിശേഷം പ്രഘോഷിക്കുന്നതിന് മുൻകൈയെടുത്തു. ഈശോയുടെ സ്വർഗാരോഹണത്തോടെ സ്വർഗത്തിലേക്ക് ഈശോ പോയപ്പോൾ മാതാവ് സഭയെ സുവിശേഷ പ്രഘോഷണത്തിനായി ഉത്തേജിപ്പിച്ചുകൊണ്ട് ശ്രീഹന്മാരുടെ കൂട്ടത്തിൽ വസിച്ചു. സ്വർഗത്തിലേക്ക് ആത്മശരീരത്തോടെ എടുക്കപ്പെട്ട ശേഷവും മറിയം ലോകത്തിലെ വിവിധ ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സുവിശേഷ പ്രഘോഷണം തുടരുന്നു. തൻ്റെ പുത്രനിലേക്ക് എല്ലാവരെയും മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോ ക്രിസ്മസിലൂടെ നമുക്ക് തരുന്ന ഈ രക്ഷയുടെ ആനന്ദം നിലനിർത്തുന്നത് സുവിശേഷ പ്രഘോഷണത്തിൽ നമ്മൾ അങ്ങേയറ്റം താല്പര്യം കാണിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ സമയവും കഴിവുകളും സ്വാധീനവും അറിവും സമ്പത്തും എല്ലാം ഉദാരമായി വിനിയോഗിക്കുന്ന വഴിയാണ്. അങ്ങനെ ക്രിസ്മസ് ആഘോഷം നമുക്ക് രക്ഷയുടെ ആനന്ദമാകാനും അത് നമ്മൾ നിലനിർത്താനും വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസ് 2023 ക്രിസ്മസ് ഒരു യഥാർത്ഥ ക്രിസ്മസ് നടത്തുവാനും അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവാനുഭവവും നമുക്ക് ലഭിക്കാനും വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.